സന്തോഷം. പിന്നെ ആദ്യമായിട്ടുള്ളൊരു നാഷണൽ അവാർഡ് കിട്ടുന്നത്, പിന്നെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ്. പിന്നെ ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ഞാൻ മറ്റ് പ്രൊഫഷനൊന്നും പോയിട്ടില്ല. എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ എല്ലാം ഈ പറഞ്ഞ അഭിനയമാണ്. ഈ പറഞ്ഞ ഞാൻ കുട്ടിക്കാലം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയ നാടകത്തിൽ, അപ്പം നാടകത്തിൽ അഭിനയിച്ചു. അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പോൾ മുതൽ പ്രൊഫഷണലായിട്ട് ആക്ടറായി നാടകത്തിൽ. പിന്നിപ്പം സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 42 വർഷമായി സിനിമ മാത്രം. നാടകവും സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 53-54 വർഷമായി പ്രൊഫഷനായിട്ട്. അതിനു മുമ്പ് അഭിനയിക്കുമായിരുന്നു. അതിനെല്ലാം കൂടെ കിട്ടിയൊരു അംഗീകാരം, വലിയ സന്തോഷം. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒന്നും ഒരിടത്തുമല്ല അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. പണ്ട് ഇതല്ല, പണ്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ ചെല്ലിനെ വിളിച്ചു പറഞ്ഞു ദേവ് അവാർഡ് ഉണ്ടെന്നൊക്കെ, അന്നേരം ഒന്നും കിട്ടിയിട്ടില്ല. അതൊന്നും അങ്ങനെ പല സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അല്ല, അപ്പം പിന്നെ നമുക്കൊരു തോന്നുന്നു. ഇപ്പൊ 43 വർഷമായില്ലേ സിനിമ ചെയ്യുന്നത്. അപ്പൊ അതൊരു കാര്യമില്ല. എന്നെ എപ്പോഴും നയിക്കുന്നത് പ്രേക്ഷകന്റെ ഇഷ്ടമാണ്. പ്രേക്ഷകന്റെ ഇഷ്ടം വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന്റെ പ്രതിഫലനമാണ് ശരിക്കും ഞാൻ പിന്നെ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും. അല്ലെ കുറച്ചും മടുത്തു പോകില്ലേ ഈ 43 വർഷം കണ്ടോണ്ടിരിക്കുവോ ആരെങ്കിലും? അംഗീകാരങ്ങൾ എപ്പോഴും കിട്ടുന്ന അന്നാണ്, അതാത് സമയത്ത് കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇത് വൈകുന്ന എനിക്ക് വിശ്വാസമില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ കഥാപാത്രം എനിക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ്. അതിന്റെ ഡയറക്ടർ ഗണേഷ് രാജ്, അതിന്റെ സ്ക്രിപ്റ്റും ഗണേഷിന്റെ തന്നെയാണ്. പിന്നെ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് വിനോദ് ഷൊർണൂര്, തോമസ് തിരുവല്ല, ഇവർ രണ്ടുപേരെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിന്നെ ക്യാമറാമാൻ, ഇതിനൊക്കെ ഉപരിയായിട്ട് മേക്കപ്പ് മാൻ റോണക്സ് ആണ്. അദ്ദേഹം ഒരു 3-3.5 മണിക്കൂർ മിനിമം വേണം. ആദ്യമൊക്കെ 4 മണിക്കൂറായിരുന്നു. ഈ 4 മണിക്കൂർ ഞാനിങ്ങനെ ഇരുന്ന് കൊടുക്കും. ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് ഓരോന്നിങ്ങനെ ഓരോ പീസായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത്, അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും എന്നെ ഇങ്ങനെ, നമുക്ക് പല ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും, എന്നാലും നമ്മൾ ആ ഒരു ക്രൂ ഉണ്ടല്ലോ, അവർക്കും എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അംഗീകാരം.